പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നു ഒരു അമേരിക്കൻ ബോക്സിംഗ് താരമായിരുന്ന മുഹമ്മദ് അലിയെക്കുറിച്ച്. സ്പോർട്സ് ന്യൂസിൽ സ്ഥിരമായി ക്രിക്കറ്റ് ന്യൂസും ഫുട്ബോൾ ന്യൂസുമാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. മറ്റെന്തെങ്കിലും ഒരു വിഷയം കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബോക്സിംഗ് വിഷയം ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഒരു അമേരിക്കൻ ബോക്സിംഗ് താരമായിരുന്ന മുഹമ്മദ് അലിയെക്കുറിച്ച് ഈ സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു അമേരിക്കൻ ബോക്സിംഗ് താരമായിരുന്നു മുഹമ്മദ് അലി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം കാഷ്യസ് മെർസിഡീസ് ക്ലേ ജൂനിയർ എന്നായിരുന്നു. അദ്ദേഹം ജനിച്ചത് ജനുവരി 17, 1942 3 തവണ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനായും ഒളിമ്പിക് ചാമ്പ്യനായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിലെ കെൻറ്റുക്കിയിലുള്ള ലൂയിസ് വില്ലയിൽ 1942 ജനുവരി 17 മുഹമ്മദ് അലി എന്ന കാഷ്യസ് ക്ലേ ജനിച്ചത്. മുഴുവൻ പേര് കാഷ്യസ് മാർസലസ് ക്ലേ ജൂനിയർ. ഇസ്ലാം മതം സ്വീകരിച്ചതിനെ തുടർന്ന് 1964 പേര് മുഹമ്മദ് അലി എന്നാക്കിയത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 2016 ജൂൺ 3 അരിസോണയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. കാഷ്യസ് മാർസലസ് ക്ലേ സീനിയർ എന്ന ആളായിരുന്നു ക്ലേയുടെ പിതാവ്. പരസ്യബോർഡ് എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ഒഡേസ ഗ്രേസി ക്ലേ ആയിരുന്നു ക്ലേയുടെ മാതാവ്. ഇളയ ഒരു സഹോദരനും അലിക്കുണ്ടായിരുന്നു. പേര് റൊഡോൾഫ്. 1954 ഒക്ടോബർ മാസം 12 വയസ്സുള്ള ക്ലേ തൻ്റെ സൈക്കിളിൽ സുഹൃത്തുമൊന്നിച്ച് കൊളംബിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ലൂയിസ് വില്ലി ഹോം ഷോ എന്ന പ്രദർശനം കാണാൻ പുറപ്പെടുന്നു. പ്രദർശന ഹാളിൽ കറങ്ങി നടന്ന് പുറത്തെത്തിയപ്പോൾ ക്ലേയുടെ സൈക്കിൾ കാണാനില്ല. ഒരു പോലീസുകാരനായ ജോ മാർട്ടിൻ അവിടെ അടുത്തുള്ള ജിംനേഷ്യത്തിൽ ബോക്സിംഗ് പരിശീലിപ്പിക്കുന്നുണ്ടായിരുന്നു. ആരോ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ക്ലേ പരാതിയുമായി മാർട്ടിനെ സമീപിച്ചു. ക്ലേയുടെ കാണാതെ പോയ സൈക്കിൾ മാർട്ടിന് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മറ്റൊന്ന് അവിടെ സംഭവിച്ചു. അതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവ്. ജിംനേഷ്യത്തിൽ ചേർന്ന് ബോക്സിംഗ് പരിശീലിക്കാൻ മാർട്ടിൻ ക്ലേയെ പ്രേരിപ്പിച്ചു. ക്ലേ ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. പരിശീലനം തുടങ്ങിയ ക്ലേ താമസിയാതെ തൻ്റെ ലോകം ബോക്സിങ്ങിലാണെന്ന് തിരിച്ചറിഞ്ഞു. പരിശീലനം ആരംഭിച്ച് 6 ആഴ്ച പിന്നിട്ടപ്പോൾ ക്ലേ ബോക്സിംഗ് റിംഗിൽ തൻ്റെ ആദ്യ ജയം നേടി. പിന്നീട് തൻ്റെ മുഴുവൻ സമയവും ഊർജ്ജവും ക്ലേ ബോക്സിങ്ങിനായി മാറ്റി. 18 വയസ്സായപ്പോഴേക്കും അദ്ദേഹം 108 അമേച്വർ ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞിരുന്നു. കെൻറ്റുക്കി ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെന്റ് കിരീടം 6 തവണയും നാഷണൽ ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെന്റ് കിരീടം 2 തവണയും നേടുകയും ചെയ്തു. 1960 കാഷ്യസ് ക്ലേ റോം ഒളിമ്പിക്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഒളിമ്പിക്സിൽ എതിരാളികളെ നിലംപരിശാക്കി ക്ലേ അനായാസം ഫൈനലിലെത്തി. 3 തവണ യൂറോപ്യൻ ചാമ്പ്യനും 1956 ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവുമായ സിഗ്നു പിയട്രിക്ക കൊവാസ്കി ആയിരുന്നു ഫൈനലിൽ എതിരാളി. എങ്കിലും 3ാമത്തെ റൗണ്ടിൽ തന്നെ ക്ലേ വിജയിച്ചു. ക്ലേയുടെ കുട്ടിക്കാലത്ത് അമേരിക്കയിൽ വർണ്ണവിവേചനം രൂക്ഷമായിരുന്നു. കറുത്തവർക്കും വെളുത്തവർക്കും വെവ്വേറെ ഹോട്ടലുകൾ, പാർക്കുകൾ, പള്ളികൾ തുടങ്ങി ദൈനംദിന ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അസമത്വം കൊടികുത്തി വാഴും. വെള്ളക്കാർക്ക് മാത്രം എന്നെഴുതിയ ബോർഡുകൾ എല്ലായിടത്തും കാണാമായിരുന്നു. കറുത്തവർഗക്കാരായ എല്ലാ കുട്ടികളിലും എന്ന പോലെ ക്ലേയുടെ മനസ്സിലും വർണ്ണവിവേചന മുറിവുകൾ സൃഷ്ടിച്ചു. പോരാട്ടം നിറഞ്ഞ ഭാവി ജീവിതത്തിന് ക്ലേ കരുത്തു നേടിയത് ഈ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ്. കറുത്തവർഗക്കാരനായതുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം നിശ്ചയിച്ചതിന് തൻ്റെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് അദ്ദേഹം പ്രതിഷേധിച്ചു. അമേരിക്കയിൽ ചെറുപ്പക്കാർക്ക് സൈനിക സേവനം നിർബന്ധമാണ്. അമേരിക്ക വിയറ്റ്നാമിനെതിരെ യുദ്ധത്തിലേർപ്പെട്ട കാലത്ത് 1967 ഏപ്രിൽ 28 നടന്ന പട്ടാള റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ തൻ്റെ പേര് വിളിച്ചപ്പോൾ മുന്നോട്ട് വരാതിരുന്ന മുഹമ്മദ് അലി എന്ന ബോക്സർ രാഷ്ട്രീയ കായിക രംഗത്ത് ചർച്ചയായിരുന്നു. തൻ്റെ വിശ്വാസം തന്നെ യുദ്ധം ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞു തുടങ്ങിയ മുഹമ്മദ് അലി പിന്നീട് വിവേചനത്തിനും അനീതിക്കുമെതിരെയുള്ള പോരാട്ടത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. എൻ്റെ മനസ്സാക്ഷി എൻ്റെ സഹോദരങ്ങളെയോ കൂടുതൽ കറുത്തവരെയോ പാവങ്ങളെയോ വിശക്കുന്നവരെയോ വലിയ ശക്തരായ അമേരിക്കയ്ക്ക് വേണ്ടി വെടിവെച്ചു കൊല്ലാൻ അനുവദിക്കുന്നില്ല. ഞാൻ എന്തിനു വേണ്ടി അവരെ വെടിവെച്ച് വീഴ്ത്തണം? അവരെന്നെ നീഗ്രോ എന്ന് വിളിച്ചിട്ടില്ല, എന്നോട് ക്രൂരമായി പെരുമാറിയിട്ടില്ല എന്നെല്ലാം ന്യായങ്ങൾ നിരത്തി നിർബന്ധിത പട്ടാള സേവനം ചെയ്യാതിരുന്ന അലിയുടെ ചാമ്പ്യൻ പട്ടങ്ങളെല്ലാം അമേരിക്ക തിരിച്ചെടുത്തു. 5 വർഷത്തെ തടവും $10,000 പിഴയുമാണ് അലിക്ക് അന്ന് വിധിച്ചത്. തുടർന്ന് നൽകിയ അപ്പീലിന്മേൽ സ്വതന്ത്രനാക്കപ്പെട്ട മുഹമ്മദ് അലി കോളേജ് ക്യാമ്പസുകളിൽ യുദ്ധവിരുദ്ധ പ്രചാരണങ്ങളുമായി ശ്രദ്ധേയനായി. എൻ്റെ ശത്രുക്കൾ വെള്ളക്കാർ തന്നെയാണ്, ജപ്പാനികളോ വിയറ്റ്നാമികളോ അല്ല. എൻ്റെ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾ എതിരാണ്, എൻ്റെ നീതിക്ക് നിങ്ങൾ എതിരാണ്, എൻ്റെ സമത്വത്തിന് നിങ്ങൾ എതിരാണ്. എൻ്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടി ഇവിടെ അമേരിക്കയിൽ നിങ്ങൾക്ക് നിലകൊള്ളാനാവില്ല. ഞാൻ എവിടെയെങ്കിലും പോയി മെഡൽ വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ ഇവിടെ അമേരിക്കയിൽ എൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്കാവുന്നില്ല. ഇതെല്ലാമായിരുന്നു മുഹമ്മദ് അലിയുടെ നിലപാട്.
ദ ഗ്രേറ്റസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ മുഹമ്മദ് അലിയെക്കുറിച്ചാണ് ഇന്നത്തെ സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്തത്. ഈ മുഹമ്മദ് അലി ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. നിരവധി പോരാട്ട സമരങ്ങളിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഒരു രാജ്യത്തിന് വേണ്ടി പ്രകടിപ്പിക്കുന്നു. ഒരു കറുത്ത വർഗ്ഗക്കാരനോ വെളുത്ത വർഗ്ഗക്കാരനോ എന്നതിലുപരി ഒരു മനുഷ്യനെന്ന ഒരു കായിക താരത്തെ ഇനിയും മനസ്സിലാക്കാൻ കഴിയാത്ത രാജ്യമായിരുന്നു അമേരിക്ക. ഇതെല്ലാമാണോ ഇപ്പോഴും എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്നത്? ചർച്ച ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാണ് സ്പോർട്സ് ന്യൂസിൽ മുഹമ്മദ് അലിയെക്കുറിച്ച് പറയാനുള്ളത്. ഒരു കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് മാത്രം നിരവധി അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്ന, സ്വപ്നങ്ങൾ മറക്കേണ്ടി വന്ന മുഹമ്മദ് അലിയെക്കുറിച്ച്. ഇതുതന്നെയാണോ മറ്റു രാജ്യങ്ങളിലും ഇന്നത്തെയും സ്ഥിതി? ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ പ്രേക്ഷകരാണ്. വീഡിയോ പൂർണ്ണമായും കാണുക. കമൻറ്റുകളായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.